എല്ലാവർക്കും നമസ്കാരം. ഡയബറ്റിസ് റിവേഴ്സലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡയബറ്റിസ് റിവേഴ്സൽ പോസിബിൾ ആണ് എന്ന് 2002 തൊട്ടേ ചില അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷനിലൊക്കെ പബ്ലിഷ് ചെയ്തിരുന്ന ചില ചിലരുടെ പേപ്പേഴ്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ മനുഷ്യനിൽ പ്രാവർത്തികമാക്കാം, മനുഷ്യനിൽ അത് ശരിയാണോ എന്നൊന്നും പിന്നീട് റിസർച്ച് നടന്നതായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ 2002 റിസർച്ച് എലികളിലാണ് ചെയ്തത്. എലികളുടെ വിസറൽ ഫാറ്റ് റിമൂവ് ചെയ്തപ്പോൾ അതിൻ്റെ മെറ്റബോളിക് സിൻഡ്രോം മാറിയതായിട്ട് അവർ കണ്ടു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേപ്പർ വന്നത് കൊണ്ടാണ് ഫാറ്റുമായിട്ട് ഡയബറ്റിസ് ലിങ്ക്ഡ് ആണ് എന്നുള്ള ഒരു തോട്ട് വന്നത്. അത് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വയറ്റിലുള്ള ഫാറ്റ് ചില സെക്രീഷൻസ് ഉണ്ടാക്കും. ആ സെക്രീഷൻസ് ആണ് നമ്മൾക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. ആ സെക്രീഷൻസ് എങ്ങനെയൊക്കെയോ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അത് ഹോർമോൺസ് പോലെ ആക്ട് ചെയ്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ബാക്കിയുള്ള സിംറ്റംസും ശരീരത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അന്ന് ഉണ്ടായ ഇൻഫറൻസ്. ഇതിന് കൂടുതൽ ആയിട്ട് നമ്മൾക്കിപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റഡി നടന്നത് 2016 ഡോക്ടർ റോയ് ടൈലറും മൈക്ക് ലീനും എന്ന് പറയുന്ന 2 പേര് ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ റിസർച്ച് മനുഷ്യരിൽ പരീക്ഷിച്ചത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടുമടുത്ത് കാണും. വണ്ണം കുറയ്ക്കാനും മറ്റ് വളരെ മോർബിഡ്ലി ഒബീസ് ആയിട്ടുള്ള ആളുകൾ വണ്ണം കുറയ്ക്കാനും മറ്റ് ചില കണ്ടീഷൻസ് ഒക്കെ കുറയ്ക്കാനും വേണ്ടിയിട്ട് അവരുടെ ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഗ്യാസ്ട്രിക് സർജറി അവർ ചെയ്തു. കുടലിൽ ചില സർജറികൾ ചെയ്തു, കുടലിൻ്റെ ചില ഭാഗം മാറ്റി, ചിലയിടത്ത് അത് ബൈപ്പാസ് ചെയ്യാനായിട്ട് ട്യൂബ് ഇട്ടു, ഗ്യാസ്ട്രിക് സ്ലീവ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തു. ഇങ്ങനെ പലതരത്തിലുള്ള രീതിയിൽ അവർ കുടലിനെ ചെറുതാക്കാനോ സ്റ്റമക്കിനെ ചെറുതാക്കി ബേറിയാട്രിക് സർജറി എന്ന് പറയും. ഇതൊക്കെ ചെയ്യുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം കുറയും, വണ്ണം കുറയും എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ സർജറിയൊക്കെ ചെയ്തത്. അപ്പൊ ഈ സർജറി ചെയ്ത ആളുകളിൽ ഡയബറ്റിസ് റിവേഴ്സ്ഡ് ആയി എന്ന് അവരെ കണ്ടു. അപ്പൊ ഈ റോയ് ടൈലറും മൈക്ക് ലീനും എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, അവർ മാഗ്നറ്റിക് റെസണൻസ് ഇമേജിങ് ലാബ് അവർക്കുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ മാഗ്നറ്റിക് റെസണൻസ് ഇമേജിങ് ചെയ്തു ഈ ആളുകൾ ബേറിയാട്രിക് സർജറി ചെയ്യുന്ന ആളുകളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് ഈ ഡയബറ്റിസ് മാറാൻ. അപ്പോൾ ഓൾറെഡി ദർ ഇസ് എ ബാക്ക്ഗ്രൗണ്ട്. ഈ വിസറൽ ഫാറ്റ് ആണ് ഡയബറ്റിസ് കോസ് ചെയ്യുന്നത്. വിസറൽ ഫാറ്റ് മാറ്റിയാൽ ഡയബറ്റിസ് പോകും എന്ന് ഓൾറെഡി ദർ ഇസ് സം ബാക്ക്ഗ്രൗണ്ട്, അനിമൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവര് ഈ ആളുകളെ ഇമേജ് ചെയ്യാൻ തുടങ്ങി. ബേറിയാട്രിക് സർജറിക്ക് വരുന്ന ആളുകൾ ആദ്യം അവരോട് ഒരു റെസ്ട്രിക്റ്റഡ് ഡയറ്റ് കൊടുക്കും. അതൊക്കെ കഴിഞ്ഞ സർജറി ചെയ്യത്തുള്ളൂ. ഈ റെസ്ട്രിക്റ്റഡ് ഡയറ്റിൽ അവർ കുറേ ദിവസം ഇരിക്കുമ്പോൾ അവരുടെ വിസറൽ ഫാറ്റ് കുറേ മെൽറ്റ് ചെയ്ത് പോകും. അതെന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അവരുടെ ആമാശയം, അതായത് നമ്മുടെ ഈ ക്യാവിറ്റിക്കകത്ത് മുഴുവൻ ഫാറ്റാണ്. അപ്പൊ കുടലൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫാറ്റിന്റെ ഇടയിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പൊ ഈ ഫാറ്റ് കുറെ മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് അവർ കുറച്ച് റെസ്ട്രിക്റ്റഡ് കാലറി ഡയറ്റിൽ അവരെ ഇടും. അപ്പോഴത്തേക്കും തന്നെ അവരുടെ ഡയബറ്റിസ് കുറയുന്നത് കാണാം. പിന്നെ ബേറിയാട്രിക് സർജറി കഴിയുമ്പോൾ ഒരുപാട് പേരിലും, മിക്കവാറും എല്ലാവരിലും ഡയബറ്റിസ് ഒക്കെ മാറുന്നതായിട്ട് കാണാം. പക്ഷേ ഡയബറ്റിസിന് വേണ്ടി ബേറിയാട്രിക് സർജറി ചെയ്യുന്നത് നല്ലതുമല്ല. അപ്പൊ ഇവരത് കണ്ടു, ഇവരത് ഇമേജ് ചെയ്തു. 1 by 1 ഓരോ പല സ്റ്റേജസ് ആയിട്ട് ഈ ഫാറ്റ് മെൽറ്റ് ചെയ്ത് പോകുന്നതും ആ സ്റ്റേജസിൽ ഇവരുടെ ബ്ലഡ് ഷുഗറും മറ്റുള്ള റെസ്പോൺസ്, ഇൻസുലിൻ റെസിസ്റ്റൻസും ബാക്കിയുള്ള മെറ്റബോളിക് മിസ്അലൈൻമെന്റും കുറഞ്ഞു വരുന്നതും അവർ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാം എന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരു റെസ്ട്രിക്റ്റഡ് കാലറി ഡയറ്റിൽ ബേറിയാട്രിക് സർജറി ഇല്ലാതെ ആളുകളെ കൊണ്ടുവന്നു. 800 calories a day. 800 calories നമ്മുടെ റെസ്റ്റിംഗ് മെറ്റബോളിസത്തിനെ പോലും, നമ്മൾ വെറുതെ ഇരിക്കാൻ നമുക്ക് വേണ്ടുന്ന എനർജീനേക്കാളും കുറവാണ് 800 കാലറി. 800 കാലറി ഡയറ്റിൽ പോകുമ്പോഴത്തേക്കും അവർ തന്നെ ഒരു കിറ്റ് കൊടുത്തിട്ടുണ്ട് കഴിക്കാനുള്ള.
അപ്പൊ കിറ്റിന്റെ ഗുണം എന്നാന്ന് പറഞ്ഞാൽ കിറ്റിനകത്ത് എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ 800 കാലറി പോകുമ്പോൾ നമുക്ക് വൈറ്റമിൻസിന്റെ മിനറൽസിന്റെ ആവശ്യം കുറയുന്നില്ല. അപ്പൊ ആ വൈറ്റമിൻസ് മിനറൽസ് അങ്ങനെ നെസസറി ആയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഉൾക്കൊള്ളുന്ന ഒരു 800 കാലറി സാഷെ അവര് എല്ലാവർക്കും കൊടുത്തു. ഇവിടെ നമുക്കത് വാങ്ങിക്കാൻ കിട്ടും, എക്സോർബിറ്റൻ പ്രൈസ് ആണെന്നേ ഉള്ളൂ. ആ 800 കാലറി ഡയറ്റിൽ അവർ പോയപ്പോൾ അവരുടെ ഡയബറ്റീസ് ഒക്കെ വെന്റ് ഇൻ ടു റിവേഴ്സൽ. അത് ഉണ്ടായിരുന്നതിൽ നിന്നും കുറഞ്ഞു കുറഞ്ഞു വന്നു. മരുന്ന് കുറയ്ക്കാം എന്നുള്ളതും മരുന്ന് നിർത്താൻ ഒക്കുന്നതുമായ സ്ഥിതികളിൽ അവരെത്തി. അപ്പൊ ഇവർ പറഞ്ഞ് ഇവരുടെ ഈ സ്റ്റഡീസിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ 6 വർഷം വരെ ഡയബറ്റീസ് ആയിട്ട് 6 വർഷത്തിനകത്തുള്ള ആളുകൾക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്ത് ചെയ്യാം, ഡയബറ്റീസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവാം. പക്ഷേ എന്നിട്ട് നമ്മൾ ഏതവസ്ഥയിലെത്തി ആ വണ്ണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ വണ്ണം വിസറൽ ഫാറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ ഡയബറ്റീസ് തിരിച്ചു വരാതെ ഇരിക്കും. അപ്പോൾ അല്ലാത്തവരിൽ അറിഞ്ഞുകൂടാ. അത് 10 വർഷമൊക്കെ ആയ ചിലർക്കൊക്കെ റിവേഴ്സൽ ആയിട്ടുണ്ട്. അത് നമ്മൾക്ക് കാര്യമായിട്ട് അവർക്ക് 100% പ്രൂഫ് ഇല്ല. ഇപ്പൊ എനിക്ക് 46 വയസ്സായപ്പോഴാണ് ഡയബറ്റീസ് ആയത്. ഇപ്പൊ 70 വയസ്സായി. അപ്പൊ എത്രയായി? 24 വർഷമായി. 24 വർഷമായവർക്ക് പൂർണ്ണമായ റിവേഴ്സൽ സാധ്യമാണോ, റെമിഷൻ സാധ്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നല്ലതുപോലെ ഈ ആയ സ്ഥിതിയിൽ നിന്നും കുറച്ച് കൊണ്ടുവന്ന് മരുന്നുകളൊക്കെ കുറയ്ക്കാനും നമ്മൾക്ക് വരാവുന്ന സൈഡ് ഇഫക്ട്സ് കുറയ്ക്കാനും എല്ലാം സാധിക്കും. എന്ത്? ഈ വിസറൽ ഫാറ്റ് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ, യൂസപ്പ് ചെയ്യുകയാണെങ്കിൽ, അത് നമ്മുടെ വയറ്റിൽ നിന്ന് പോവുകയാണെങ്കിൽ. അപ്പൊ ഇതില് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ആളുകൾക്ക് വണ്ണം വെക്കുന്നതെല്ലാം തൊലിയുടെ അടിയിലാണ്. അതിന് പറയുന്നത് സബ് ക്യൂട്ടേനിയസ് ഫാറ്റ്. അപ്പൊ ഈ സബ് ക്യൂട്ടേനിയസ് ഫാറ്റ് വെച്ചാൽ നമ്മൾ നല്ല തടിയായിട്ടിരിക്കും, മുഖമൊക്കെ നല്ല തിളങ്ങി, വണ്ണം കൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ സ്ട്രെച്ച്ഡ് ആയിട്ട് തിളങ്ങിയിരിക്കും. പക്ഷെ അവർക്ക് എത്ര വണ്ണമായാലും അവർക്ക് ഡയബറ്റീസ് വരികയില്ല. ചില ആളുകൾ മെലിഞ്ഞിരിക്കും, എന്നെ പോലെ മെലിഞ്ഞിരിക്കും, പക്ഷെ വയറിച്ചിട്ട് തള്ളി നിൽക്കും. ഫാറ്റ് എല്ലാം വയറ്റിനകത്താണ്. അവർക്ക് ഡയബറ്റീസും പ്രഷറും എല്ലാം വരും. എനിക്ക് പ്രഷർ എന്തുകൊണ്ടോ വരുന്നില്ല, അത് ദൈവം സഹായിച്ചു. അങ്ങനെ അതിന്റെ കോസ് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് കളഞ്ഞാൽ പോകും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ കോസ് കണ്ടുപിടിച്ചാൽ ആ കോസ് റെമഡി ചെയ്താൽ നമുക്ക് ഈ റെസ്ട്രിക്റ്റഡ് കാലറി വെച്ച് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എഫർട്ട് കുറെ കൂടെ കുറയും. ഓസ്ട്രേലിയയിൽ നടന്ന ഒരു സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയത്, ഹെൽത്തി ആയിട്ടുള്ള ഒരാളിന്റെ പൂപ്പ്, അവരുടെ മലത്തിൽ നിന്ന് അതിന്റെ ബാക്ടീരിയ എക്സ്ട്രാക്ട് ചെയ്ത് ഈ ഡയബറ്റീസ് ഉള്ള ഒരാളിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡയബറ്റീസ് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കും. അപ്പൊ ഇതിന്റെ അൾട്ടിമേറ്റ് കോസ് നമ്മുടെ ഗട്ട് ബാക്ടീരിയ ആവാം. ഇപ്പോഴാണ് നമ്മൾ അങ്ങനെ കുറെ ജന്തുക്കൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സെൽസിനേക്കാളും നമ്പർ കൂടിയ ഇതുണ്ട്. അതാണ് നമ്മുടെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ പല മെസ്സേജിങ് വരെ അതാണ്, അതിൽ നിന്നുള്ള ഉൽപാദനമാണ്. അതുണ്ടാക്കുന്ന എൻസൈംസും അതുണ്ടാക്കുന്ന ബൈ പ്രോഡക്ട്സും ഒക്കെ നമ്മുടെ ബോഡീനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതിനെ ഹാം ചെയ്യുന്ന പലതും നമ്മൾ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതരം പ്രിസർവേറ്റീവ്സും പിന്നെ അതിനകത്ത് വേറെ അതിനെ തിക്കാക്കാനുള്ള സാധനങ്ങളും, അങ്ങനെ പല പല സാധനങ്ങൾ അതിനകത്തൊക്കെ ഉണ്ട്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഗട്ട് ബാക്ടീരിയനെ, നല്ല ബാക്ടീരിയയെ കുറയ്ക്കും എന്ന് ചിലര് പറയുന്നുണ്ട്. അങ്ങനെ പല സ്റ്റഡീസും പറയുന്നുണ്ട്. അത് കാരണം കഴിയുന്നതും വീട്ടിലുള്ള ഭക്ഷണം കഴിക്കാനും, നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ വെള്ളത്തിൽ മുക്കി സോഡാപ്പൊടി ഇട്ട് പച്ചക്കറിയിലെ വെള്ളത്തൊഴിലൊക്കെ മുക്കി കളയാനും, നാരുകൾ, സോളബിൾ ആൻഡ് ഇൻസോളബിൾ ഫൈബർ ഉള്ള ഭക്ഷണം കഴിക്കാനും ഒക്കെ ശ്രമിച്ചാൽ ഈ ഗട്ട് ബാക്ടീരിയനെ നമുക്ക് ഒരുവിധം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ പുളിപ്പിച്ച ആഹാരങ്ങളും നമ്മൾ ദിവസവും എന്തെങ്കിലും തൈര്, മോര്, സംഭാരമൊക്കെ നമ്മൾ ഊണ് കഴിഞ്ഞ് എപ്പോഴും കഴിക്കുന്നതാണ്. ഉള്ളിയൊക്കെ ഇട്ട് ചതച്ചിട്ടാണ് കഴിക്കുന്നത്. ഉള്ളിയൊക്കെ പ്രീബയോട്ടിക് ആണ്, നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയയുടെ ഫുഡാണ്. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ നമ്മളുടെ വിസറൽ ഫാറ്റ് എത്രമാത്രമാണ്, അതിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, അതിനെ എങ്ങനെ കുറയ്ക്കാം? നമുക്കിപ്പോൾ അതേ ഉള്ളൂ മാർഗം. നമുക്ക് ഈ ബാക്ടീരിയൽ ട്രാൻസ്പ്ലാന്റ് ഒന്നും നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ നമ്മുടെ വിസറൽ ഫാറ്റ്,
എങ്ങനെ മെഷർ ചെയ്യാം? നമ്മൾക്ക് പലതരം 5-6 മെഷർമെന്റ് ഉണ്ട്. നമ്മുടെ റൗണ്ട്നെസ്, പിന്നെ വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ, പിന്നെ വേസ്റ്റ് റേഷ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഹൈറ്റ് വെച്ചിട്ട് വേസ്റ്റിന്റെ റേഷ്യോ, BMI എന്നൊക്കെ പറഞ്ഞ് ബോഡി മാസ് ഇൻഡെക്സ്, വേസ്റ്റ് സർക്കംഫറൻസ്, പിന്നെ വേസ്റ്റ് ഹൈറ്റ് റേഷ്യോ, വേസ്റ്റ് ഹിപ്പ് റേഷ്യോ, വേസ്റ്റ് തൈ റേഷ്യോ എന്നൊക്കെ വെച്ച് പല മെഷേഴ്സ് വെച്ച് നമ്മൾ വിസറൽ ഫാറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് വേസ്റ്റ് തൈ റേഷ്യോ ആണ്. അതെങ്ങനെ മെഷർ ചെയ്യാം എന്നും അതെങ്ങനെ നമ്മുടെ വിസറൽ ഫാറ്റിന്റെ പൊസിഷൻ എന്താണെന്നും ഒക്കെ ഒരു നെറ്റിലൊരു ഇതുണ്ട്, ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, അതിലിട്ട് നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ ഹൈറ്റ് ഒക്കെ മെഷർ ചെയ്ത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ലിങ്ക് തരാം, അതെങ്ങനെയാണെന്ന് മെഷർ ചെയ്യേണ്ടതെന്നും പറയാം. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കണം. അത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എത്രമാത്രം വിസറൽ ഫാറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം, എത്ര ഔട്ട് ഓഫ് റേഞ്ച് ആണ് എന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ച് നമ്മൾക്ക് കുറയ്ക്കാൻ ശ്രമിക്കാം. ഇനി വേറെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അത് ഒരു വേസ്റ്റ് ടു തൈ റേഷ്യോ ആണ്. വേസ്റ്റിന്റെ എവിടെ മെഷർ ചെയ്യണം, തൈയുടെ എവിടെ മെഷർ ചെയ്യണം എന്നൊക്കെ അത് വളരെ കറക്റ്റ് ആയിട്ട് പറയും. അത് ഏറ്റവും ആക്യുറേറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വേസ്റ്റ് ടു തൈ റേഷ്യോയിൽ വേസ്റ്റിന്റെ അടിയിൽ നമുക്ക് വിസറൽ ഫാറ്റ് ഉണ്ട്, നമ്മൾക്ക് വയറുണ്ട്. തൈയുടെ അടിയിൽ വിസറൽ ഫാറ്റ് ഇല്ല. അപ്പം നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പം നമുക്ക് അത് വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ, അതിന് വേണ്ടുന്ന ലോഡിംഗ് ഒക്കെ ചെയ്തുള്ള ഒരു കാൽക്കുലേറ്ററാണ് അവർ ഇട്ടിരിക്കുന്നത്. ഈ തൈ റേഷ്യോ നമുക്ക് കൂട്ടണം, ബേസ് റേഷ്യോ നമുക്ക് കുറയ്ക്കണം. ബേസ് റേഷ്യോ കുറയ്ക്കാൻ നമുക്ക് എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിസറൽ ഫാറ്റ് യൂസ് ചെയ്ത് കളയണം. തൈ റേഷ്യോ കൂട്ടാനോ നമുക്ക് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കൂട്ടാനുള്ള യാതൊരു മെത്തേഡും ഇതിനകം അറിഞ്ഞും കൂടാ. അത് കൂടിയത് കൊണ്ട് വലിയ ഗുണവുമില്ല. അപ്പം നമുക്ക് എന്താ കൂട്ടേണ്ടത്? തൈ മസിൽസ് കൂട്ടണം. തൈ മസിൽസ് മാത്രമല്ല, ബോഡിയിലെ മസിൽ മാസ് കൂട്ടണം. അതുപോലെ വേസ്റ്റിന്റെ അത് കുറയ്ക്കണം. നമ്മൾ ഈ സർക്കംഫറൻസ് കുറച്ചിട്ട് വേസ്റ്റിന്റെ മെഷർമെന്റ് നമ്മൾ ശരി കറക്റ്റ് രീതിയിൽ എക്സസൈസ് ചെയ്യാതെയും മസിൽ ലോസ് ഉണ്ടാകുന്ന രീതിയിലും ജീവിച്ചാൽ നമ്മുടെ വേസ്റ്റ് തൈ റേഷ്യോ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മളെ വണ്ണം കുറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം നമ്മുടെ തൈ മസിൽസ് ഒക്കെ ഇറോഡ് ചെയ്ത് പോകും. നമ്മൾ മസിൽ ലോസ് ഉണ്ടാകാതെ നോക്കണം. എക്സസൈസും ഡയറ്റും സഫിഷ്യന്റ് പ്രോട്ടീൻ ഇൻടേക്കും ഒക്കെ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ വിസറൽ ഫാറ്റ് കുറയ്ക്കാനും നോക്കണം. ഈ മെഷർമെന്റ് ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് തന്നെ പറയാം. അപ്പോൾ നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.